ചങ്ങായിമാരെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. അതിലൊരു വീഡിയോസ് ഉണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദ് സംഘികളെ നല്ലോണം വിമർശിക്കുന്നത് കണ്ടിട്ട് ഉരുപൊട്ടി ഒരു കുലസി സംഘിനെ ഉണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ ചെയ്ത ഒരു വീഡിയോ കൂടിയാണ്. ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ സംഘികളെ നല്ലോണം കുരുപൊട്ടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുണ്ടല്ലോ ചിരിച്ച് പണ്ടാടുക്കുന്ന കുറച്ച് വീഡിയോസ് ആണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയോന്ന് അറിയില്ല, നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ ഉണ്ടല്ലോ സംഘപരിവാർ ടീംസ് ഉണ്ടല്ലോ നല്ല രീതിയിൽ ഉണ്ടല്ലോ സൈബർ ആക്രമണം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയെന്ന്. പക്ഷെ അവർ എത്രമാത്രം സൈബർ ആക്രമണം നടത്തിയിട്ട് നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഒന്നും ഏൽക്കുന്നേ ഇല്ല. അതോടുകൂടി ചാണക സംഖ്യയിലുണ്ടല്ല അടവ് മെല്ലെ അങ്ങ് മാറ്റി. എന്താ അടവ് എന്നറിയാം, വൃത്തികെട്ട സ്ത്രീകളുണ്ടല്ല ആ സ്ത്രീകളെ കൊണ്ടുണ്ടല്ല അൻസാരി ഉസ്താദിനെ തെറിവിളിപ്പിക്കുന്ന വീഡിയോസ് ചെയ്യുക. അതാണ് നമ്മുടെ സംഖ്യയുടെ പുതിയ അടവ്. എന്തായാലും നമുക്ക് അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ല അൻസാരി ഉസ്താദിന് ചെയ്ത ഒരു വീഡിയോ കാണാം. അതിനുശേഷം ആ വൃത്തികെട്ട സ്ത്രീകളുണ്ടല്ല നല്ല വൃത്തികെട്ട മറുപടി തന്നെ കൊടുക്കാം. കേരള സ്റ്റോറി ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. അപ്പൊ കറക്റ്റായി. യുവതിയെ വീട്ടിൽ കയറി വെട്ടി ഗുരുതര പരിക്ക്, ആൺ സുഹൃത്തും പിടിയിൽ. നമ്മുടെ കേരളത്തിൽ ഉസ്ബെക്കിസ്ഥാൻ നടന്ന കേരള സ്റ്റോറിയാണ്. പണിക്കർ സാർ ഉറങ്ങുമായിരിക്കും അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കണേ. ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് ഒരു 2 വാക്ക് പറയണം. എന്റെ നാട്ടിലാണ് ആലപ്പുഴ താമരക്കുളം പറയംകുളത്ത് യുവതി ആൺ സുഹൃത്ത് വീട്ടിൽ കയറി വെട്ടി 30-കാരിയായ ഷബാന ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. ആക്രമിച്ചതാകട്ടെ ഹരിപ്പാട് മുതുകുളം സ്വദേശി ശരത് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷബാനെ വെട്ടി പരിക്കേൽപ്പിച്ചത് ശരത്താണെന്ന്. പഠിക്കരെ ഉസ്ബെക്കിസ്ഥാൻ പഠിക്കരെ ശരത്താണ്. ശരത്തായതുകൊണ്ടല്ല, ഷബാനയുമായി കഴിഞ്ഞ 6 വർഷമായി പിടിയിലായ ശരത്ത് അടുപ്പത്തിലായത്. ഇനി ഒറ്റ ചോദ്യമുള്ളൂ, ഇത് അവിഹിതമാണ് അതല്ല കേരള സ്റ്റോറിയാണ്? നിങ്ങൾ സാധാരണ പറയുള്ള ലവ് ജിഹാദ് ആണ്. ഇപ്പൊ ഞങ്ങൾ മതം മാറ്റാൻ ശ്രമിച്ച് കൊന്നതുപോലെയുള്ള ഒരു കൊലപാതകമല്ല മണ്ട ഇത്. ആ വാർത്ത നിങ്ങൾ എല്ലാവരും കൂടി മുക്കി. ഇത് ഒരു ശരത്ത് എന്ന ക്രിമിനൽ ഒരു പാവം പെൺകുട്ടീനെ കൊന്നത് മതം മാറ്റാൻ ശ്രമിച്ചിട്ടല്ല. ഇത് ഇവന്റെ കുത്തിക്കഴപ്പാണ്. ഇതിനുള്ളത് നിയമം കൊടുത്തോളൂ. അനക്കപ്പോഴേക്ക് അതിന്റെ ഉള്ളിൽ വർഗീയത കുത്തിക്കയറ്റണം. നിന്റെ പരിപാടി എന്താണെന്നറിയോ? ജനങ്ങളെ മുന്നിൽ മുസാഹിഫിന്റെ നടുകണ്ടം പോലെ ഇങ്ങനെ ഇരിക്കും, ആ വെള്ളയും ഇട്ടിട്ട് ഒരു തൊപ്പിയും വെച്ചിട്ട്. എന്നിട്ട് നീ എന്ത് ചെയ്യും? തമാശേന്റെ ഉള്ളിൽ കൂടെ നീ വർഗീയത കുത്തിക്കയറ്റും. അതാണ് നീ ഇപ്പൊ എത്ര ദിവസം ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും. നീ ഒരു ദിവസം പോലും സുമേഷിനെ കൊടുന്ന് കറക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല. നീ കാര്യം പോലെ പറയും. എന്തിനാ എന്നും എനക്ക് സുമേഷ് കറക്കാന്? എന്റെ വൃത്തികെട്ട കുലസി സംഗീണിയെ നിങ്ങൾക്കുണ്ടല്ല സുമേഷ് കറക്കുന്നതാണ് പ്രശ്നങ്ങളില്ല. നിങ്ങൾ പോയിട്ട് കറന്നോ, നല്ലോണം കറന്നോ. അതായത് നിങ്ങളൊരു നല്ല കറവക്കാരിയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളെ നാട്ടുകാർക്കും തോന്നുന്നുണ്ടെങ്കിലല്ല നിങ്ങൾ പോയിട്ട് നല്ലോണം കറന്നോ. ഈ വീഡിയോന്റെ ബാക്കി ഭാഗത്തുകൊണ്ടുള്ള ഈ വൃത്തികെട്ട സ്ത്രീയുടെ അൻസാരി ഉസ്താദിന്റെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംഘിക്കടൽ അൻസാരി ഉസ്താദിന്റെ നേരെ മുട്ടി നിൽക്കാൻ കഴിയാത്തോണ്ട് ഇതുപോലെ വൃത്തികെട്ട സ്ത്രീകളെ ഇറക്കിയത്. അതായത് ദേഷ്യം പിടിച്ച ഈ വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ല തുണി വരെ പൊക്കി കാണിക്കും. അജാദ് ടീംസ് ആണ് ഇവരൊക്കെ. ഇതാകുമ്പോ ഇത്തരം വൃത്തികെട്ട സ്ത്രീകൾക്കുണ്ടല്ലോ അൻസാരി ഉസ്താദ് എന്തായാലും ഉണ്ടല്ല മറുപടി കൊടുക്കില്ലല്ലോ. അഥവാ ചാണക സംഗീണിയെ നിനക്കങ്ങനെ അൻസാരി ഉസ്താദ് മറുപടി തന്നിട്ടുണ്ടെങ്കിൽ നീണ്ടല്ല നിന്റെ മൂക്കിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് തൂക്കിയിട്ട മോതിരമുണ്ടല്ല ആ മോതിരത്തിൽ കയറ് കെട്ടിയിട്ടുണ്ടല്ല അൻസാരി ഉസ്താദ് നീണ്ടല്ല ഏറിക്കൊണ്ട് പോയിട്ടല്ല ഇങ്ങനെ ആട്ടിക്കളിക്കും. പിന്നെ ഈ വൃത്തികെട്ട സ്ത്രീ പറഞ്ഞിട്ടില്ലേ ഉസ്ബെക്കിസ്ഥാനിൽ നടന്നിട്ടില്ല. അത് മാത്രമല്ല ലവ് ജിഹാദ് കേരളത്തിൽ നടന്ന 2 സംഭവമില്ല. ആ ലവ് ജിഹാദ് അല്ല പോലും അതുണ്ടല്ല കഴപ്പാണ് പോലും, ഓരോരുത്തന്റെ കഴപ്പാണ് പോലും. എന്റെ വൃത്തികെട്ട സ്ത്രീയെ നിനക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? നിനക്ക് നല്ല കുത്തിക്കഴപ്പുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. അതായത് പ്രതി മുസ്ലിം ആകും മാത്രമാണ് നിനക്കൊക്കെ കഴപ്പ്. പ്രതി ഹിന്ദു ആയിട്ടല്ല നിനക്കൊരു കഴപ്പമില്ല, നിനക്കൊന്നും ഉണ്ടല്ല ഒരു കുഴപ്പമില്ല. എന്തൊക്കെയാലും നിന്റെ കഴപ്പിനുള്ള നിന്റെ കുത്തിക്കഴപ്പുള്ള മറുപടി ഉണ്ടല്ല ഇത് മതിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മതിയായാലും കിട്ടല വീണ്ടും വരിക, വീണ്ടും ഉള്ള നല്ല മറുപടി ഞാൻ തരാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ചാണക സംഖ്യ കേട്ടല്ല ഉസ്താദിനെ കാണുമ്പോൾ എന്താണ് ഇത്രമാത്രം കുരുപൊട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉസ്താദ് ഉണ്ടല്ല ഇന്നലെ മാത്രം ചെയ്ത കുറച്ച് വീഡിയോസ് ഈ സംഖ്യകളെ കുരുപൊട്ടിക്കുന്ന കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഈ വീഡിയോസ് കണ്ടിട്ട് ചിരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞാനോ അൻസാരി ഉസ്താദോ ഒരിക്കലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. ഉത്തരവാദിത്തം അത് നിങ്ങളത് മാത്രമായിരിക്കും. പറയണ ഒന്ന് ആലോചിക്കൂ. ദേശീയ ഗാനം ജനഗണമന ഇന്നിപ്പോ ഞാൻ തീരുമാനിച്ച എനിക്ക് മണയും കൊണയൊന്നുമല്ല മന ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞേ. ജനഗണമന ഇന്നിപ്പോ മണയല്ല മന. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ. ശരിയായ ക്ലിയർ ആയില്ലേ? ഇനി ഒന്ന് ഏറ്റു പഠിക്കേ. ജനഗണമന ഇന്നിപ്പോ വീണ്ടും മണയും കൊണയും ക്ലിയർ ആക്കി ഒന്നും കൂടെ പറയണ. ജനഗണമന ഇന്നിപ്പോ ഇതൊരു നടപടിക്ക് പോകത്തില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കി ജനഗണമന ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യ് അണ്ണാ, നമ്മുടെ പിള്ളേരെയൊക്കെ കംപ്ലീറ്റ് വിളിച്ചിട്ട് അവന്മാർക്ക് ഈ ദേശസ്നേഹം പറഞ്ഞു നടക്കുന്നില്ലേ അവന്മാരെല്ലാം മൊത്തം വിളിച്ചിട്ട് അവന്മാരെല്ലാം ആദ്യം ജനഗണമന വന്ദേ മാതരം സാരേ ജഹാൻ ശേഷാക്ക് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇവന്മാർക്കാണ് എല്ലാ വർഷവും ഇനിയുള്ള എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും ഈ വന്ദേ മാതരം പാടുന്നുണ്ടുള്ള ഗുണം അറിയാം.
ഇവന്മാരെങ്കിലും നാക്ക് പഠിച്ചിട്ട് ക്ലിയർ ആക്കി ഇതൊന്നും പാടുമല്ലോ, അതല്ല വേറെ ഗുണമൊന്നുമില്ല. അപ്പം ചേട്ടാ ഒന്നുകൂടെ ക്ലിയർ ആയോ? ജനഗണമന അതിനായക ജയ എന്ന് പറയാ. ജനഗണമന. ഓ അതേ കിടക്കുന്ന മണയും കൂടെ ഞാൻ പോണു. സുമേഷേ കറക്കടാ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ. ഉസ്താദെ നിങ്ങൾ കൊല്ലണ്ട, വിട്ടേ, അങ്ങ് പേടിപ്പിച്ച് വിട്ടാൽ മതി അവനല്ലോ. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈ സുമേഷിന്റെ ഈ കറക്കുണ്ടല്ല, ഈ കറക്കാണ് നമ്മൾ നേരത്തെ കുളസി സംഘടന ചേച്ചി കണ്ടില്ല, അവർക്ക് തീരെ പിടിക്കാതെ പോയത്. അതുമാത്രമല്ല ഇവനെ പോലത്തെ മണകൂടാച്ച സംഖ്യയിലുണ്ടല്ല നമ്മൾ അൻസാരി ഉസ്താദ് നല്ലോണം കളിയാക്കി വിടുന്നുണ്ടല്ല, അതൊക്കെയാണ് ഈ സംഖ്യ കണ്ടില്ല വല്ലാതെ കുരുപൊട്ടുന്നത്. ജനഗണമനയുണ്ടല്ല കൃത്യമായിട്ട് പാടാൻ കഴിയാത്ത ഈ വേട്ടാവളിയാണ് നമ്മളുണ്ടല്ല വന്ദേ മാതരം പാടാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നത്. ഇങ്ങനെ കുറച്ച് മണഗുണാച്ച സംഖ്യ നേതാക്കന്മാരുള്ളതുകൊണ്ടല്ല നമുക്കുണ്ടല്ല ഇങ്ങനെ ചിരിച്ച് പണ്ടാടങ്ങാം. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ട് നമ്മളെ പൂഞ്ഞാല ജോർജിന്റെ മോൻ ഷോൺ ജോർജ് ഉണ്ടല്ല, ഷോൺ ജോർജിന് അൻസാരി ഉസ്താദ് കൊടുത്ത അടിപൊളി ഒരു മറുപടി കൂടി കാണാം. അല്ല, അദ്ദേഹത്തിന് പാണക്കാട്ട് പോയി പെർമിഷൻ എടുക്കണമായിരിക്കും, അതായിരിക്കും അദ്ദേഹത്തിന്. ആണെന്നെ കുട്ടിക്കോണോ പാണക്കാട് പോയി പെർമിഷൻ എടുക്കണോ? ആണെന്നെ കുട്ടിക്കോ. എന്നിരുന്നാലും ഒരു അന്തസ്സുണ്ട്, അവരെ കൂടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. പിന്നെ എവിടെ പോയി പെർമിഷൻ എടുക്കണം? പാലായില്ല, പൂഞ്ഞാറില്ല. സത്യക്രിസ്ത്യാനികൾ കെട്ടുകെട്ടിച്ചില്ലടാ. ക്രിസ്ത്യാനികൾക്ക് പോലും വേണ്ടാത്ത നിന്റെ അടുക്കൊക്കെ വന്ന് പെർമിഷൻ എടുക്കണ നീയൊക്കെ ആരാ ഈ രാജ്യത്ത്? ഇത് വളരെ ഒരു കാര്യം BJP പറയുന്നു, നിങ്ങൾ ചൊല്ലാൻ മടിച്ചാലും മടിച്ചില്ലെങ്കിലും ചൊല്ലിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ 15,000 കേന്ദ്രങ്ങൾ BJP വന്ദേമാതരം പൂർണ്ണമായും ആലോചിച്ചുകൊണ്ട് 10,000 കേന്ദ്രങ്ങളിൽ ചൊല്ലടാ. ആരാ പറഞ്ഞു നിങ്ങൾക്ക് വന്ദേമാതരം ചെല്ലേണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ ചെല്ലിക്കോ, ചെല്ലാത്തവരെ ചെല്ലിപ്പിക്കണമെന്നാ പറഞ്ഞത്. ഇവിടെ ആർക്കും രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ചൊല്ലേണ്ടതോ പറയേണ്ടതോ പിടിക്കേണ്ടതോ കാര്യമില്ല. രാജ്യസ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ വികാരമാണ്. ഈ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് ഷോൺ ജോർജ്. കാരണം ഈ ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധി നേടിയത് ആരിൽ നിന്നാണ്? ഈ രാജ്യം വിട്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ, സായിപ്പന്മാര് പോകുമ്പോൾ ഇവിടെ പല തറവാട്ടുകാരുടെയും വീടിന്റെ മുറ്റത്ത് സായിപ്പന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ ചിത്രം ഉണ്ടായിരുന്നല്ലോ. ഇന്നും അതിന്റെ ഗുണഭോക്താക്കളാണല്ലോ. അപ്പം ഷോൺ ജോർജ്, നിങ്ങളൊക്കെ അല്ലേ സത്യത്തിൽ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത്? ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമുണ്ടാ? കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തവരിൽ മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാരാണല്ലോ. അതുകൊണ്ട് ഷോൺ ജോർജ്, ഈ മറ്റ് BJP-ക്കാരും RS-കാരും ചെല്ലിയില്ലെങ്കിലും നീ രാവിലെ ഒരു വൈകുന്നേരം വരെ കുടിയും പിടിച്ചുകൊണ്ട് വന്ദേമാതരം ഉറങ്ങരുത് നാളാ. നീ ഫുള്ളിലും ചെല്ലുന്നു. നിനക്ക് വേണമെങ്കിൽ സുമേഷിനെ കൂടെ കൂട്ടിത്തരാം. സുമേഷേ കറക്കി വിടണം. സുമേഷേ കറക്ക്, നന്നായിട്ട്. ഷോൺ ജോർജ് ഒരു പൂ ചോദിച്ചു, അൻസാരി ഉസ്താദ് ഒരു പൂക്കാലം ഉണ്ടല്ല, ഒരു പൂക്കാലം തന്നെ ഷോൺ ജോർജിന് കൊടുത്തു. ഉസ്താദെ ഇനി ഷോൺ ജോർജിനുണ്ടല്ല വന്ദേമാതരം പാടാനും പാടിപ്പിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം ഉണ്ടല്ല ഇവന്മാർക്കുണ്ടല്ല ഇനി പുതിയ അച്ഛന്മാരുണ്ടല്ല, അച്ഛന്മാർ തപ്പി നടക്കാൻ വേണ്ടി സമയമുള്ളൂ. അതായത് ഇവന്റെ അപ്പം PC ജോർജ് ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, ഇതുവരെ ഉള്ള അപ്പനല്ല എന്റെ അപ്പൻ, എന്റെ ശരിക്കുള്ള അപ്പനുണ്ടല്ല ജിയാണെന്ന് ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ. ഇനി ആർക്കറിയാം നാളെ ഉണ്ടല്ല ഈ ഷോൺ ജോർജ് വന്നിട്ട് പറയും PC ജോർജ് അല്ല എന്റെ ശരിക്കുള്ള അപ്പനുണ്ടല്ല വേറെ ആളെന്ന് മിക്കവാറും നാളെ തന്നെ പറയും. ഇനി ചിലപ്പോൾ ഉണ്ടല്ല ഷോൺ ജോർജ് വന്നിട്ടുണ്ടല്ല PC ജോർജ് അല്ല എന്റെ ശരിക്കുള്ള അപ്പൻ ഉണ്ടല്ല വേറെ ആളെന്ന് നാളെയോ മറ്റന്നാളായിട്ടുണ്ടല്ല തീർച്ചയായും വന്നിട്ട് പറയൂ. പിന്നെ ഇവനെ പോലത്തെ ക്രിസംഖ്യക്ക് ഉണ്ടല്ലോ ഒരു പ്രത്യേക ധാരണയുണ്ട്. അതായത് ഇന്ത്യ ഉണ്ടല്ല ഹിന്ദു രാജ്യമായി കഴിഞ്ഞാൽ ഇവനെ പോലത്തെ ക്രിസംഖ്യക്ക് ഉണ്ടല്ല എന്തോ നല്ലത് കിട്ടുന്നതാണ് ഇവന്റെ ഒക്കെ ധാരണ. നല്ലത് കിട്ടും, നല്ലത് എന്താ കിട്ടുമെന്നറിയാം, നല്ല അടിയാണ് ഇന്ത്യ ഉണ്ടല്ല ഹിന്ദു രാജ്യമായി കഴിഞ്ഞാൽ ഈ ക്രിസംഖ്യക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ത്യ ഹിന്ദു രാജ്യമായി കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ നിന്ന് ആദ്യം അടികൊട്ടുന്നതും ഈ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഓടിപ്പൊക്കുന്നതും ആരായിരിക്കും അറിയാം? ഇവനെ പോലത്തെ ക്രിസംഖ്യകളായിരിക്കും ആദ്യം ഇവിടെ നിന്ന് ഓടിപ്പോവുക. അതൊന്നും ഉണ്ടല്ല അതുപോലും മനസ്സിലാക്കാത്ത ഈ വിഡ്ഢിനോടുണ്ടല്ല ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയായാലും ഇവനൊക്കെ പോയിട്ടുണ്ടല്ല പുതിയ അച്ഛന്മാരെ പുതിയ തന്തന്മാരുണ്ടല്ല തപ്പി നടക്കട്ടെ അൻസാരി ഉസ്താദ്. എന്നാ പിന്നെ തൽക്കാലം നിർത്തുന്നു. എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.